വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മാദനിയുടെ കേരളത്തിലേക്കുള്ള യാത്ര സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങി. രാത്രി 8:15 മാദനി നെടുമ്പാശ്ശേരിയിലെത്തും. നേരത്തെ യാത്രാനുമതി നിഷേധിച്ച ഇൻഡിഗോ വിമാന കമ്പനി മാദനിക്ക് ബദൽ യാത്രാ സംവിധാനം ഒരുക്കുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരിയിൽ PDP പ്രവർത്തകരും പോലീസും ഉച്ചയോടെ ഏറ്റുമുട്ടി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, 8:15 മാദനി കേരളത്തിലേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ യാത്രാനുമതി നിഷേധിച്ച ഇൻഡിഗോ എയർവേസ് തന്നെ ബദൽ യാത്രാ സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. പ്രവർത്തകർ തമ്മിൽ വലിയ പ്രവർത്തകരുടെ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായി. നെടുമ്പാശ്ശേരിയിൽ വലിയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഇപ്പോൾ വിമാനത്താവളത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? പ്രവർത്തകരുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരു പകൽ മുഴുവൻ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമായിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 8:15 ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ മദനി ഇറങ്ങും എന്ന വിവരം തന്നെയാണ് ഒടുവിൽ ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ PDP പ്രവർത്തകർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് അതേ പ്രവർത്തകർ തന്നെ ഇപ്പോഴും ഇവിടെ കാത്തു നിൽക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:55 ഇവിടെ ഇൻഡിഗോ എയർവേസിൻ്റെ വിമാനത്തിൽ മദനി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മദനിയെ ആ വിമാനത്തിൽ കയറ്റിയില്ല. കൃത്യസമയത്ത് തന്നെ മദനി ബംഗളൂരു വിമാനത്താവളത്തിൽ എത്തുകയും ബോർഡിംഗ് പാസ് കൈപ്പറ്റുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നിയമ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി എയർലൈൻസ് അധികൃതർ മദനിക്ക് യാത്രാനുമതി നിഷേധിച്ചു. അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ടായത്. മദനിയെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരുന്ന പ്രവർത്തകർ വലിയ പ്രതിഷേധമുയർത്തി. ഒരു ഘട്ടത്തിൽ ഇൻഡിഗോ എയർലൈൻസിൻ്റെ നെടുമ്പാശ്ശേരിയിലെ ഓഫീസിൻ്റെ ചില്ലുകൾ എറിഞ്ഞു തകർക്കുന്ന ഘട്ടം വരെ എത്തി. ഒടുവിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് പ്രവർത്തകരെ ഒഴിപ്പിച്ചത്. ഏതാണ്ട് 2 മണിക്കൂറോളം ഇവിടെ സമരവും പ്രതിഷേധങ്ങളും സംഘർഷവും ഒക്കെ നിലനിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഡൊമസ്റ്റിക് ടെർമിനലിൽ അങ്ങേയറ്റം സംഘർഷാത്മകമായ സ്ഥിതിവിശേഷം ഏറെ നേരം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഒടുവിൽ മദനിക്ക് ഇൻഡിഗോ എയർലൈൻസ് തന്നെ ബദൽ യാത്രാ സൗകര്യം ഒരുക്കി എന്ന വാർത്ത ലഭിച്ചതിനെ തുടർന്ന് മാത്രമാണ് PDP പ്രവർത്തകർ ശാന്തരായത്. ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും പ്രശ്നങ്ങളൊന്നുമില്ല. വൈകിട്ട് 8:15 മദനി ഇവിടെ എത്തും എന്ന വിവരമാണ് അറിയിച്ചിരിക്കുന്നത്. മദനിയെ സ്വീകരിക്കാൻ വേണ്ടി പ്രവർത്തകർ ഇതിനകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അൻവർശ്ശേരിയിൽ നിന്നും രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. രാജ്കുമാർ, അദ്ദേഹം 8:15 കൊച്ചിയിലെത്തും. പിന്നീട് കൊല്ലത്തേക്കും എത്തുമ്പോഴേക്കും ഏകദേശം അർദ്ധരാത്രിയോടടുക്കും. ആവേശം ചോരാതെ ഇപ്പോഴും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണോ അൻവർശ്ശേരി? കഴിഞ്ഞ ഇതിന്റെ ഈ സുപ്രീം കോടതി അനുമതി കൊടുത്ത ദിവസം മുതൽ തന്നെ മദനിക്ക് വേണ്ടി അൻവാർശ്ശേരിയിലെ എത്താനയിലെ കുട്ടികളും ബന്ധുക്കളും PDP പ്രവർത്തകരുമൊക്കെ ആവേശകരമായി തന്നെയാണ് കാത്തിരിക്കുന്നത്. അതേസമയം ഇന്ന് ഇപ്പോൾ സാലി സൂചിപ്പിച്ചതുപോലെയുള്ള ചില സംഭവങ്ങളുടെ ഫലത്തിൽ ഇവിടെയുള്ളവർക്കും ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശങ്ക അകന്നിട്ടുണ്ട്. മദനി ഏത് പാതിരാത്രി എത്തിയാലും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയുള്ള ഒരു കുടുംബം നോമ്പുതുറ ഇവിടെ തന്നെ വേണമെന്നായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. അത് നടക്കാത്തതിൽ അവർ ദുഃഖിതരാണ്. എന്തായാലും രാത്രി 12 മണിയായാലും 11 മണിയായാലും 7 ദിവസം അദ്ദേഹത്തെ സ്വീകരിക്കാനും കാണാനും വേണ്ടി രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുകയാണ്. ശരി, രാജ്കുമാറാണ് അൻവാർശ്ശേരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സർക്കാർ മേഖലയിലെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ജീവനക്കാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 50 നിർദ്ദേശങ്ങൾ. സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പൊതു മാനദണ്ഡം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സർവീസ് അഴിമതിരഹിതവും കാര്യക്ഷമവുമായിരിക്കണമെന്ന ആമുഖത്തിൽ പരാമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ സർവീസ് സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയത്. ജീവനക്കാരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഫയലുകളുടെ കാലതാമസം ഒഴിവാക്കുക, വിവിധ ആവശ്യങ്ങളുമായി ഓഫീസിലെത്തുന്നവരോട് മാതൃകാപരമായ പെരുമാറ്റം ജീവനക്കാർ കാഴ്ചവെക്കുക, ഹാജർ നില ഉറപ്പാക്കുക, സർക്കാർ പദ്ധതികളുടെ ഗുണം കൃത്യസമയത്ത് ജനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിൽ ജീവനക്കാർ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക എന്നിങ്ങനെയുള്ള 50 നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവനക്കാർക്ക് മുന്നിൽ വെച്ചു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യസമയത്ത് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പൊതുമാനദണ്ഡം ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്നും വ്യക്തമാക്കി. ജീവനക്കാരുടെ കാര്യത്തിൽ ശാസ്ത്രീയ പുനർവിന്യാസമുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. നികുതി പിരിവ് കാര്യക്ഷമമാക്കണം. സേവനാവകാശ നിയമം കൃത്യമായി പാലിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളെ അറിയിച്ചു. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി FACTO ഭാരവാഹികൾ വ്യക്തമാക്കി. വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമാണ്. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സിവിൽ സർവീസിൽ സമൂലമായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വരുത്തുന്ന നിർദ്ദേശങ്ങളാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും സർവാത്മന പിന്തുണയ്ക്കാനുണ്ടായത്. സ്ഥലം മാറ്റത്തിലെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി പ്രതിപക്ഷ സംഘടനാ നേതാക്കളും പറഞ്ഞു. 7 ഫെഡറേഷനുകളാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രിക്ക് പുറമെ ചീഫ് സെക്രട്ടറി,
പൊതുഭരണ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വി.എസ്. അച്യുതാനന്ദന് ക്യാബിനറ്റ് പദവി നൽകുന്നതിനായി ഇരട്ട പദവി നിയമം ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമ ഭേദഗതിക്കുള്ള ബില്ല് ഈ സഭാ സമ്മേളന കാലയളവിൽ കൊണ്ടുവരും. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയും നിയമ സെക്രട്ടറിയും സമർപ്പിച്ച റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. ക്യാബിനറ്റ് റാങ്കോടെ വി.എസ്. അച്യുതാനന്ദന് ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവി നൽകുന്നതിനായി നിയമ ഭേദഗതി വരുത്താനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ഇരട്ട പദവി നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ കൊണ്ടുവരും. 1951 നിയമത്തെയാണ് ഭേദഗതി ചെയ്യുക. ഇരട്ട പദവി മൂലമുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണിത്. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെയും നിയമ സെക്രട്ടറിയുടെയും റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. നിയമസഭാംഗമായ വി.എസ്. അച്യുതാനന്ദനെ ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാക്കുമ്പോഴുണ്ടാകുന്ന ഇരട്ടപ്പദവി പ്രശ്നം പരിഹരിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. സഭയിൽ ബില്ലായി അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് എത്രയും വേഗം ഭേദഗതി വരുത്താനാണ് നീക്കം. 2011 പി.സി. ജോർജിനെ ചീഫ് വിപ്പാക്കിയത് ഇത്തരത്തിൽ നിയമ ഭേദഗതി വരുത്തിയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നാണ് സൂചന. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അന്നത്തെ മുഖ്യമന്ത്രി EMS ആയിരുന്നു. 1956 സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലായിരിക്കുന്ന കാലത്ത് കമ്മീഷന്റെ രണ്ടാം അധ്യക്ഷനായി M.K. വെള്ളോടിയും 1997 മൂന്നാം കമ്മീഷന്റെ അധ്യക്ഷൻ അന്നത്തെ മുഖ്യമന്ത്രി E.K. നായനാരുമായിരുന്നു. നിയമ ഭേദഗതിയായി കഴിഞ്ഞാൽ നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവിയിലേക്കാണ് വി.എസ്. അച്യുതാനന്ദൻ എത്തുക. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനായി ഡോക്ടർ V.K. രാമചന്ദ്രനെ നിയമിക്കാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടതു സർക്കാരിന്റെ ബജറ്റ് ധനമന്ത്രി T.M. തോമസ് ഐസക് ഈ മാസം 8-ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സാമൂഹ്യക്ഷേമത്തിൽ ഊന്നിയുള്ള ബജറ്റാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ധനമന്ത്രി T.M. തോമസ് ഐസക് പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാനൊരുങ്ങുന്നത്. പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താതെ റവന്യൂ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുന്നതായിരിക്കും ധനനയമെന്ന് ധവളപത്രത്തിലൂടെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാന്ദ്യത്തെ മറികടക്കാനുള്ള ഉത്തേജക പാക്കേജുകളും ബജറ്റിലുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, വലിയ പ്രോജക്റ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. വരുന്ന 5 വർഷക്കാലം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ചില പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളുണ്ടാവും. പൊതു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ സംരക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക മുരടിപ്പിനെ പ്രതിരോധിക്കുമെന്നും ധവളപത്രം വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും നയപ്രഖ്യാപനവും ബജറ്റിൽ പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരിച്ചുവരുന്നവരുടെ പുനരധിവാസത്തിനുള്ള കാര്യക്ഷമമായ പദ്ധതികളാണ് LDF സർക്കാരിന്റെ ബജറ്റിൽ പ്രവാസികൾ പ്രതീക്ഷിക്കുന്നത്. വിദേശ മലയാളികളുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള പദ്ധതികളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഗൾഫ് നാടുകളിലെ സ്വദേശിവൽക്കരണങ്ങളിൽ വലിയ ക്ഷീണം കേരളത്തിനുമുണ്ടായി. ജോലി നഷ്ടമായി തിരിച്ചുവരുന്നവർക്ക് ആശ്വാസമാവുന്ന പദ്ധതികളാണ് LDF സർക്കാരിന്റെ ബജറ്റിൽ പ്രവാസലോകം കാത്തിരിക്കുന്നത്. പ്രധാനമായും പുനരധിവാസ പദ്ധതികൾ. പുനരധിവാസത്തിന് ആവശ്യമായ ഉപയുക്തമായ പദ്ധതികൾ വേണം. ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ ചെറിയൊരു പുനരധിവാസ പദ്ധതികളുണ്ട്. അത് ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു വരുന്നവരുടെ പുനരധിവാസം ഫലപ്രദമായി നടപ്പാക്കുന്നതിനാവശ്യമായ യുക്തിഭദ്രമായ പ്രോജക്റ്റുകൾ വേണം. 1,25,000 കോടി രൂപ വിവിധ ബാങ്കുകളിൽ NRI നിക്ഷേപമുണ്ട്. ഇത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന പദ്ധതികൾ വേണം. പ്രവാസികളുടെ നിക്ഷേപങ്ങൾ ഉയർന്ന പലിശ നിരക്കിൽ സ്വീകരിക്കണം. സഹകരണ സംഘങ്ങളെയും പ്രവാസികളുടെ സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും ഇവർ ബജറ്റിൽ കാത്തിരിക്കുന്നു. KT സ്വാലിഹ്, മലപ്പുറം. ഇടവേള. വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വോട്ട് കച്ചവടം നടന്നെന്ന് KPCC സമിതി. 2 ബ്ലോക്ക് കമ്മിറ്റികളും 162 ബൂത്ത് കമ്മിറ്റികളും പിരിച്ചുവിടാനും നിർദ്ദേശം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കുന്ന മേഖലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് KPCCക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ AICC അറിയിക്കുമെന്ന് VM സുധീരനും വ്യക്തമാക്കി. നേമം നിയോജകമണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായതിൽ നടപടി വേണമെന്ന ശുപാർശയോടെയാണ് KPCCയുടെ മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. നേമത്തെ സമ്പൂർണ്ണ പരാജയം പാർട്ടിക്ക് നാണക്കേടായി. V. സുരേന്ദ്രൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കരുതായിരുന്നു. തന്നെ തോൽപ്പിക്കാൻ CN ബാലകൃഷ്ണൻ പണമൊഴുക്കിയെന്ന് വടക്കാഞ്ചേരിയിൽ മത്സരിച്ച അനിൽ അക്കര മേഖലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പത്മജ വേണുഗോപാലും CN ബാലകൃഷ്ണനെതിരെ പരാതി നൽകി. തൃശൂരിൽ സമ്പൂർണ്ണ ശുദ്ധികലശം വേണമെന്നാണ് മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കൊല്ലത്ത് പാർട്ടിയെ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിശദാംശങ്ങൾ AICC അറിയിച്ച് നടപടി സ്വീകരിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികൾ
സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാവരുമായും ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രോപ്രിയേറ്റ് ഫോറം അത് തീരുമാനം എടുക്കും. എ ഗ്രൂപ്പുകാർ പാരവെച്ചെന്ന ഡൊമിനിക് പ്രസന്റേഷനും തന്റെ തോൽവിക്ക് കാരണം VM സുധീരനാണെന്ന് കെ ബാബുവും മേഖലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതിനു മുൻപ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ AICCക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ കൊലക്കേസിൽ പോലീസ് കണ്ടെത്തിയ കത്തിയിൽ ജിഷയുടെ രക്തക്കറയുള്ളതായി ഫോറൻസിക് സ്ഥിരീകരണം. കാക്കനാട് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിയുടെ കൈപ്പിടിക്കുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത്. ജിഷയെ കൊലപ്പെടുത്താൻ അമീറുൾ ഉപയോഗിച്ച ഈ കത്തി ജിഷയുടെ വീടിന് പുറകിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തത്. ജിഷയെ കൊലപ്പെടുത്താൻ പ്രതി ആമിറുൽ ഇസ്ലാം ഉപയോഗിച്ച കത്തി അന്വേഷണത്തിലെ ശക്തമായ തെളിവായി മാറുകയാണ്. ജിഷയുടെ വീടിന് പുറകിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കത്തിയിൽ ആദ്യ പരിശോധനയിൽ രക്തക്കറയോ മറ്റോ കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ വിശദ പരിശോധനയ്ക്കായി കത്തി കാക്കനാട് ഫോറൻസിക് ലാബിലേക്ക് പോലീസ് അയച്ചിരുന്നു. ഇവിടെ നടന്ന പരിശോധനയിൽ കത്തിയുടെ കൈപ്പിടിക്കുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തുകയും വിശദമായ DNA പരിശോധനയിൽ ഇത് ജിഷയുടെ രക്തമാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. മരപ്പിടി കൊണ്ടുള്ള കത്തിയാണ് പ്രതി ആമിറുൾ കൃത്യത്തിന് ഉപയോഗിച്ചത്. പ്രതി പിടിയിലാകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഈ കത്തി ജിഷയുടെ വീടിന് പുറകിലെ കനാൽ ബണ്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ കത്തി വലിച്ചെറിഞ്ഞ സ്ഥലത്തെപ്പറ്റി മൊഴി നൽകിയിരുന്നു. തെളിവെടുപ്പ് സമയത്ത് ഇയാൾ പോലീസിന് കാട്ടിക്കൊടുത്ത സ്ഥലത്തു നിന്നുമാണ് പോലീസ് നേരത്തെ കത്തി കണ്ടെത്തിയത്. ഇയാളുടെ മൊഴിയും ഇതുമായി ഒത്തുപോകുന്നു. വിചാരണ വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോടതി സ്വീകരിക്കുന്നതും ഇതാണ്. അതേസമയം കത്തിയിൽ ആമിറുളിന്റെ വിരലടയാളം പോലീസിന് കണ്ടെത്താനായില്ല. മരപ്പിടി കൊണ്ടുള്ള കത്തിയായതിനാൽ വിരൽപ്പാടുകൾ പതിയില്ലെന്നാണ് ഫോറൻസിക് വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി വിചാരണ കോടതിയിൽ നൽകാൻ നിർദ്ദേശിച്ചാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. കേസ് CBIക്ക് വിടേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ സുപ്രീം കോടതിയെ അറിയിച്ചു. മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു KA റൌഫ് നടത്തിയ വെളിപ്പെടുത്തലുകളെ തുടർന്നുള്ള ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ് അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നും CBIക്ക് കേസ് കൈമാറണമെന്നുമായിരുന്നു VS ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയരായവരിൽ മുൻ ഹൈക്കോടതി ന്യായാധിപന്മാരും മുൻ DGPയും മുൻ അഡ്വക്കേറ്റ് ജനറലും ഉൾക്കൊള്ളുന്നതിനാൽ സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും CBIക്ക് നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ VS ചൂണ്ടിക്കാട്ടി. എന്നാൽ VSന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നും കേസ് CBIക്ക് വിടേണ്ട യാതൊരു സാഹചര്യമില്ലെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ G പ്രകാശം അറിയിച്ചു. കേസ് അട്ടിമറിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവെന്ന് VSന്റെ അഭിഭാഷകനും കോടതിയിൽ മറുവാദം ഉന്നയിച്ചു. എന്നാൽ 20 വർഷം മുമ്പുള്ള കേസിൽ ഇപ്പോൾ തർക്കമുന്നയിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച സുപ്രീം കോടതി അന്വേഷണത്തിൽ അതൃപ്തിയുണ്ടെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ബന്ധപ്പെട്ട ഉയർന്ന കോടതികളെയും സമീപിച്ച ശേഷമേ സുപ്രീം കോടതിയെ സമീപിക്കാവൂ എന്നും വ്യക്തമാക്കി. രാഷ്ട്രീയ തർക്കങ്ങൾക്കായി കോടതിയുടെ സമയം കളയരുതെന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കവേ ചൂണ്ടിക്കാട്ടി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഐസ്ക്രീം കേസിൽ 20 വർഷമായി തനിക്കെതിരെ നടന്ന പീഡനങ്ങളും വേട്ടയാടലും അവസാനിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. VSനോട് വിരോധമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞാൻ 10-20 വർഷമായിട്ട് അനുഭവിക്കുന്ന പീഡന അവസാനിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൽ ദൈവത്തിന് സ്തുതി. അവിടെ നടന്ന മറ്റ് ചർച്ചകൾ അത് ആ കേസിൽ പലരും ഉണ്ടല്ലോ, ഞാൻ മാത്രമല്ലല്ലോ, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ. തിരികെ വാർത്തകളിലേക്ക്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നാളെ. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും കൂടുതൽ പുതുമുഖങ്ങൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും. നജ്മ ഹെബ്ദുള്ള, കൽരാജ് മിശ്ര തുടങ്ങിയവർ മന്ത്രിസഭയിൽ നിന്നും പുറത്തായേക്കും. സഭ 2 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ മന്ത്രിമാരുടെ പ്രകടനം വിലയിരുത്തിയും ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുമാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ, ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കഴിഞ്ഞ ദിവസം പുനഃസംഘടനാ കാര്യം ചർച്ച ചെയ്തിരുന്നു. ആഭ്യന്തരം, പ്രതിരോധം, വിദേശകാര്യം, ധനം എന്നീ സുപ്രധാന വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യതയില്ല. നിലവിൽ 66 മന്ത്രിമാരാണ് കേന്ദ്രമന്ത്രിസഭയിലുള്ളത്. ഭരണഘടനാ പ്രകാരം ഇത് 82 വരെയാകാം. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ വികസനത്തിൽ കൂടുതൽ പുതുമുഖങ്ങൾക്ക് ഇടം ലഭിച്ചേക്കും. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേർ മന്ത്രിസഭയിൽ ഉണ്ടാകും. മന്ത്രിസഭയിലെ 75 വയസ്സ് പിന്നിട്ട നജ്മ ഹെബ്ദുള്ള, കൽരാജ് മിശ്ര എന്നിവരെ ഒഴിവാക്കിയേക്കും. നജ്മ ഹെബ്ദുള്ളയ്ക്ക് പകരം മുക്താർ അബ്ബാസ് നഖ്വി ന്യൂനപക്ഷക്ഷേമ മന്ത്രിയാകും. അസം മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് സർബാനന്ദ സോനോവാൾ രാജിവെച്ച ഒഴിവിൽ അസമിൽ നിന്നു തന്നെയുള്ള രമൺ ദേക്ക കായിക മന്ത്രിയാകാനാണ് സാധ്യത. ഗോരഖ്പൂർ MP യോഗി ആദിത്യനാഥ്, NDA സഖ്യകക്ഷി അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ എന്നിവർ ഉത്തർപ്രദേശിൽ നിന്നും മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഫ്രിക്കൻ സന്ദർശനത്തിനായി വ്യാഴാഴ്ച യാത്ര തിരിക്കുന്നതിനാലാണ് ചൊവ്വാഴ്ച പുനഃസംഘടന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വീണ്ടും ഇടവേള. ഇരുട്ടിന്റെ ലോകത്ത് ലക്ഷ്മി പ്രിയയ്ക്ക് ജീവിത വെളിച്ചം നൽകാൻ കോട്ടയം ജില്ലയിലെ ഐമനം പഞ്ചായത്തിലെ ജനങ്ങൾ കൈകോർത്തു. ഒളശ അന്ധവിദ്യാലയത്തിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ലക്ഷ്മി പ്രിയയ്ക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകുന്ന ദൗത്യത്തിനാണ് നാട് കൈകോർത്തത്. ലക്ഷ്മിയുടെ പിതാവ് എറണാകുളം വല്ലാർപാടത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞിരുന്നു. ഇതോടെ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ലക്ഷ്മിയുടെ ജീവിതം ദുരിതപൂർണമായി മാറുകയായിരുന്നു. ജന്മനാ കാഴ്ചയില്ലാത്ത ഒളശ അന്ധവിദ്യാലയത്തിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ലക്ഷ്മി പ്രിയ പ്രപഞ്ചത്തിന്റെ നിറക്കാഴ്ചകളും സൗന്ദര്യവുമൊക്കെ അറിഞ്ഞതും അനുഭവിച്ചതും മാതാപിതാക്കളായ ബിജുകുമാറിന്റെയും സ്മിതയുടെയും വാക്കുകളിലൂടെയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ മെയ് 24-ന് ലക്ഷ്മിയുടെ പ്രതീക്ഷകളെ മരവിപ്പിച്ച് പിതാവ് ബിജുകുമാർ വല്ലാർപാടത്തുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞു. ഇതോടെ വാടക വീടുകളിൽ അന്തിയുറങ്ങിയിരുന്ന ലക്ഷ്മിപ്രിയയും മാതാവ് സ്മിതയും അനാഥരായി. ജീവിതം വഴിമുട്ടിയ ഈ കുടുംബത്തെ സഹായിക്കുവാൻ ഒളശ അന്ധവിദ്യാലയത്തിലെ സ്കൂൾ മാനേജ്മെന്റും ഐമനം ഗ്രാമപഞ്ചായത്തും ചങ്ങനാശ്ശേരി പ്രത്യാശയും രംഗത്ത് വരികയായിരുന്നു. സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുവാൻ 20 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തിനാണ് ഈ കൂട്ടായ്മ നേതൃത്വം നൽകിയത്. അവള് പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു. പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ച് പഠിക്കുകയാണ്. അവളുടെ പിതാവ് ബിജുകുമാർ മെയ് 24-ാം തീയതി വല്ലാർപാടത്ത് വെച്ചുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് ദാരുണമായിട്ട് മരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ആ കുടുംബത്തിന് ആശ്രയമായിട്ട് മറ്റാരും തന്നെ ഇല്ല. അവർക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥലമോ വീടോ നിലവിലില്ല. തികച്ചും അനാഥരായി തീർന്നിരിക്കുന്ന അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 5 മണിക്കൂർ കൊണ്ടാണ് നിശ്ചയിച്ച തുക സമാഹരിച്ചത്. കാഴ്ചയുടെ ലോകം തിരിച്ചറിയാത്ത ഒളശ അന്ധവിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ലക്ഷ്മിപ്രിയയുടെ ദുഃഖം കേട്ടറിഞ്ഞ മറ്റുള്ളവരുടെ കൈപിടിച്ച് ഈ ഉദ്യമത്തിൽ പങ്കാളിയായി. ഇതോടെ ലക്ഷ്മിയുടെ ജീവിത പ്രതീക്ഷകൾ വീണ്ടും ചിറകുവിടർത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഗുഡ്വിൻ ജ്വല്ലറി യുവജനോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. 13 മുതൽ 21 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് ഗുഡ്വിൻ ഗ്രൂപ്പ് മെഗാ കലോത്സവം ഒരുക്കിയത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗുഡ്വിൻ ഗ്രൂപ്പ് സാരഥികളായ സുനിൽകുമാർ, സുധീർ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 14 ദിവസങ്ങളിലായി 13 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക.